നമുക്കൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ ഇല്ലാത്തത് ആശ്രയം. തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ സമയത്ത് 3 കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ, അല്ലെങ്കിൽ വിടുവിക്കാൻ, അല്ലെങ്കിൽ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന അറിവും തിരിച്ചറിവും വിശ്വാസവും. 2, ദൈവം വിടുവിക്കും എന്ന ഉറപ്പ്. 3, വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തിനായിട്ട് തന്നെ കാത്തിരിക്കും, അവനിൽ തന്നെ ആശ്രയിക്കും എന്ന തീരുമാനം. ഇത് 3മാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഏതാ? ആദ്യത്തേതാ അല്ലേ? ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. അതിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. പക്ഷേ വിടുവിക്കുമോ ഇല്ലയോ എന്ന് സത്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അതിലും തെറ്റൊന്നുമില്ല. വിടുവിക്കുമോ ഇല്ലയോ എന്നതിൽ നമുക്ക് നിശ്ചയമില്ലാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ദാനിയേലിനൊപ്പമുള്ള തൻ്റെ 3 സ്നേഹിതന്മാർ, യഹൂദ ബാലന്മാർ, ദ ജൂയിഷ് ടീനേജേഴ്സ്, ദ ഹീബ്രു ടീനേജേഴ്സ്, അസരിയാവും ഹനന്യാവും മിശായേലും, ശദ്രക്കും മേശക്കും അബേദ്നെഗോ എന്നും നമ്മൾ പൊതുവെ വിളിക്കുന്ന ആ കുട്ടികൾ, നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാതെ അവരെ തീച്ചൂളയിലേക്ക് ഇടുന്ന ഭീഷണിയുടെ അവസ്ഥ വന്നപ്പോൾ, എന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദേവനും ഇല്ല എന്ന് നെബൂഖദ്നേസർ സകല ദൈവങ്ങളെയും വെല്ലുവിളിച്ച് ഈ എബ്രായ ബാലന്മാരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവര് തെല്ലും കുലുങ്ങിയില്ല. അവർ രാജാവിനോട് പറഞ്ഞ കാര്യം നമുക്കറിയാം. രാജാവേ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടുവിപ്പാൻ, ബാക്കി നിങ്ങൾ പറഞ്ഞോ, കഴിയും. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, വിടുവിച്ചില്ലെങ്കിലും വിടുവിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. വിടുവിക്കുമോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിശ്ചയില്ല. സ്തോത്രം. 3-ാം അധ്യായം ദാനിയേൽ പ്രവചനം 17-ഉം 18-ഉം വാക്യങ്ങളാണ്. സ്തോത്രം. വായിച്ചോ, എടുത്തെങ്കിൽ വായിച്ചോ ഒരാൾ. സോഫി തന്നെ വായിച്ചു. Into the blazing furnace, the God we serve is able to save us from it, and he will rescue us from your hand, O king. But even if he does not, we want you to know, O king, that we will not serve your gods or worship the image of gold you have set up. Praise God. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും ഈ 2 വാക്യങ്ങളിലുണ്ട്. ഒന്ന്, അവർ God is able, ഞങ്ങളുടെ ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയും. 2, he will deliver us from your hands, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. മലയാളത്തിൽ അതുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. വിടുവിക്കും എന്ന പ്രയോഗം ഉണ്ടോ മലയാളത്തിൽ? വിടുവിക്കും എന്നുണ്ട്, പക്ഷെ ആദ്യം പറഞ്ഞതില്ല, വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എന്നാണ്. ഓക്കെ. 3-ാമത്തേതാണ് പറഞ്ഞത്, ഇനിയിപ്പം ദൈവം വിടുവിക്കുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പെടുന്നതാ, കഴിവിൽ പെടുന്നതല്ല, ഇഷ്ടത്തിൽ പെടുന്ന. ആ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല. ഇനി അഥവാ ദൈവത്തിന് വിടുവിപ്പാൻ ഇഷ്ടമില്ലെങ്കിലും, അതാണ് 3-ാമത്തേത്, കമ്മിറ്റ്മെന്റ്. ഞങ്ങൾ നിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കുന്ന പ്രശ്നമേ ഇല്ല.
ഞങ്ങളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ തീച്ചൂളയിലേക്ക് എറിയപ്പെടാനും ദഹിപ്പിക്കപ്പെടാനും ഞങ്ങൾ തയ്യാറാണ് എന്ന സമർപ്പണം. ഇത് മൂന്നും നമുക്ക് വേണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതിൽ ഒന്നാമത്തേത് നമുക്കുണ്ടല്ലേ, our God is able. Yes, we assuredly know that our God is able to do anything, anywhere, for anyone, anytime. ഉറപ്പാ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നതിൽ ഒരു സംശയവും ലേശവുമില്ല. എവിടെയും എപ്പോൾ വേണമെങ്കിലും ആർക്കു വേണ്ടി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത്ഭുതം ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഈവൻ അബ്രഹാമിനെ പോലെ ഇസഹാക്കിനെ യാഗം കഴിക്കാതെ വിടുവിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇനിയും യാഗം കഴിച്ചു ദഹിപ്പിച്ചു എങ്കിൽ ആ ചാരത്തിൽ നിന്നുപോലും ഇസഹാക്കിനെ മടക്കിത്തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചവനാണ് അബ്രഹാം. അതാണ് നാം റോമർ 4:17 വായിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ. അതിനുശേഷം പറയുന്നു, ആശയ്ക്ക് വിപരീതമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ വരെയും നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ രണ്ടാം ഭാഗം വിടുവിക്കുമോ ഇല്ലയോ ഉറപ്പില്ല. അതിലും തെറ്റില്ല. പക്ഷെ മൂന്നാം ഭാഗമാണ് വേണ്ടത്. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. സ്തോത്രം. ആ ഒരു വിശ്വാസത്തിന്റെയും ആശ്രയബോധത്തിന്റെയും വളർച്ചയിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം.